ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നൂഡിൽസ് കൊണ്ട് ഒരു അടിപൊളി കട്ട്ലറ്റാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, വളരെ ടേസ്റ്റിയാണ്. അതിന് മുൻപായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്തുള്ള കുഞ്ഞു ബെൽ ബട്ടണും കൂടെ ഞെക്കുക. ഇനി എന്തൊക്കെയാണ് ഇതിനാവശ്യമായ സാധനങ്ങളെന്ന് നോക്കാം. ഒരു 4 അല്ലെങ്കിൽ 5 പീസ് ബ്രെഡ്, മാഗിയുടെ ഒരു പാക്കറ്റ് നൂഡിൽസും അതിൻ്റെ മസാലയും, പിന്നെ ഒരു ഉരുളക്കിഴങ്ങും. നമുക്ക് ഉരുളക്കിഴങ്ങ് സെപ്പറേറ്റ് ആയിട്ടൊന്ന് വേവിച്ചെടുക്കട്ടെ. ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അപ്പോൾ ഉരുളക്കിഴങ്ങ് ഇവിടെ വേവിച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അടുത്തതായി നമുക്കിനി മാഗി ഒന്ന് ലേശം മിക്സിയിലിട്ടൊന്ന് ലേശം പൊടിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ മാഗി പൊടിച്ചെടുത്തിട്ടുണ്ട്. ആവശ്യമുള്ള എണ്ണയും എടുക്കുക. ഗ്യാസ് ഓണാക്കി ഒരു ചീനച്ചട്ടി വെച്ച് അതിനകത്ത് കുറച്ച് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായതും അത് ഉരുളക്കിഴങ്ങ് ഇടുക. ഒത്തിരി വേവേണ്ട, വേവിച്ചെടുത്ത് ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് ലേശം നേരം വഴറ്റി കൊടുക്കാം. ലേശം ഒന്ന് വഴന്നതും മാഗി നൂഡിൽസിൻ്റെ മസാല ചേർത്ത് കൊടുക്കാം. മസാല ചേർത്ത് ഒരു 2-3 മിനിറ്റ് വഴറ്റുക. ആ മസാല ഉരുളക്കിഴങ്ങിലോട്ട് നല്ലോണം പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന മാഗിയുടെ നൂഡിൽസ് ചേർക്കുക. ചേർത്ത് ഒരു 2-3 മിനിറ്റ് വഴറ്റുക. അതിൻ്റെ മസാലയെല്ലാം അതിനകത്തോട്ടൊന്ന് പിടിക്കുന്നവരെ ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പ് ഇടുക. എൻ്റെ തീ കുറച്ച് ഒരു 2 മിനിറ്റ് വേഗം വയ്ക്കാം. ഇത് വേകുന്ന നേരത്തിനുള്ളിൽ നമുക്ക് ബ്രെഡ് ശരിയാക്കി എടുക്കാം. ബ്രെഡിൻ്റെ സൈഡിലുള്ള ബ്രൗൺ കളർ ഭാഗമെല്ലാം നമുക്ക് ബ്രെഡിൻ്റെ പൊടി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വെട്ടിയെടുക്കാം. അപ്പം ബ്രെഡ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ള ബ്രെഡിൻ്റെ കഷ്ണങ്ങൾ അരിഞ്ഞെടുക്കാം ചെറിയ പീസായിട്ട്. ഇത് വഴറ്റി വെച്ചിരിക്കുന്ന മാഗിയുടെ കൂടെ നൂഡിൽസിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. നൂഡിൽസ് ഇട്ട് അത് കട്ട കെട്ടാതെ നല്ലോണം ഇളക്കി യോജിപ്പിച്ചെടുക്കാം. തീ ഓഫാക്കി വെച്ചിട്ട് ഒന്നുകൂടെ അടി പിടിക്കാതിരിക്കാൻ ഇളക്കി കൊടുക്കുക. അല്ലെങ്കിൽ അടിയിലെ ചൂട് കൊണ്ട് അത് കരിയാൻ വഴിയുണ്ട്. ഇതാറുന്ന നേരത്തിന് നമുക്ക് ബ്രെഡിൻ്റെ പീസെല്ലാം പൊടിച്ചെടുക്കാം. ഒരു മിക്സിയുടെ ജാറെടുത്ത് ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ബ്രെഡ് ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ബ്രെഡിൻ്റെ ക്രംസ് എല്ലാം ഇത് നല്ലവണ്ണം ഒന്ന് ഉടച്ചു കൊടുക്കണം. ഒരു തവിയോ, ഇതിപ്പോൾ ഉരുളക്കിഴങ്ങ് ഞാൻ ഉടയ്ക്കുന്ന സാധനം കേട്ടോ, പൊട്ടറ്റോ സ്മാഷർ, ഇതുപോലെ എന്തെങ്കിലും വെച്ച് നല്ലവണ്ണം അതൊന്ന് കട്ട കെട്ടാതെ നല്ലവണ്ണം ഒന്ന് ഉടച്ചെടുക്കുക. ഇവിടെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് വേണം കേട്ടോ ഇതൊന്ന് മുക്കിയെടുക്കാൻ, അല്ലെങ്കിൽ ഇത് വിണ്ട് പോകുന്നുണ്ട്. നമ്മൾ ഉരുട്ടിയിട്ട് കട്ട്ലറ്റിൻ്റെ പരുവത്തിനായിട്ട് പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് എല്ലാം ഉണ്ട് കട്ട്ലറ്റിൻ്റെ ആകൃതിയിൽ പരത്തി റെഡിയാക്കി എടുക്കാം. ഇവിടെ എല്ലാം ഉണ്ട്. ഞാൻ കട്ട്ലറ്റിൻ്റെ ആകൃതിയിൽ പരത്തി റെഡിയാക്കി എടുത്തിട്ടുണ്ട്.
ഇനി നമുക്കിത് ഓരോണ്ട് കൈ വെള്ളത്തിൽ തൊട്ടിട്ട് വേണം കേട്ടോ, എങ്കിലും അതിൻ്റെ പൊടി അതിൽ നല്ലോണം പിടിക്കുകയുള്ളൂ. എല്ലാം ഉരുട്ടി വെച്ചിരിക്കുന്ന എല്ലാ ഉരുണ്ടയിലും ബ്രെഡിൻ്റെ പൊടി നല്ലോണം ചേർത്ത് പിടിപ്പിച്ച് വയ്ക്കാം. അങ്ങനെ നല്ലോണം മുക്കിയെടുക്കുക. ഇത് എല്ലാ ഉരുണ്ടയിലും നമ്മൾ ബ്രെഡിൻ്റെ പൊടി തേച്ച് നല്ല കട്ട്ലറ്റിൻ്റെ പരുവത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് പൊരിച്ചെടുക്കാം. ചീനച്ചട്ടി അടുപ്പിൽ വയ്ക്കുക. എണ്ണ ഒഴിച്ച് ചൂടായതും നമ്മുടെ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. നമ്മളിവിടെ പരത്തി വെച്ചിരുന്ന കട്ട്ലറ്റ് എല്ലാം ഇതിലിട്ട് ഓരോന്നായിട്ട് പൊരിച്ചെടുക്കുക. കട്ട്ലറ്റ് പിടിക്കുന്ന നല്ല സ്ട്രോങ് ആയിട്ട് ഇട്ടുണ്ട്, അല്ലെങ്കിൽ അത് എണ്ണയിലിട്ടിട്ട് മറിച്ചിടുന്ന നേരത്തെ അത് പൊടിയാൻ നോക്കുന്നുണ്ട്. നല്ല കട്ടിയായിട്ട് ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്ത് പൊരിച്ച് കഴിഞ്ഞാൽ അതൊരു തുള്ളി പോലും പൊടിയുന്നില്ല. ഞാൻ ബാക്കി വന്ന 2-3 എടുത്ത് ഫ്രിഡ്ജ് വെച്ചിട്ട് പിറ്റേ ദിവസം പൊരിച്ചപ്പോൾ അതെനിക്ക് ഒരു സൈഡൊന്നും പൊടിയാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടി. അതുകൊണ്ടാട്ടോ പറഞ്ഞത്. അപ്പോൾ കട്ട്ലറ്റ് ഇവിടെ വേവുന്നുണ്ട്. ആദ്യത്തെ പ്രാവശ്യമുള്ള വാരി ഇനി രണ്ടാമത് കുറച്ചുകൂടി ഉള്ളതും കൂടെ ബാക്കിയും കൂടെ പൊരിച്ചെടുക്കാം. നമ്മുടെ കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാം ഒരു പാത്രത്തിലോട്ട് വരും. അപ്പോൾ നമ്മുടെ നൂഡിൽസ് കൊണ്ടുള്ള കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണിത്. പിള്ളേർക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. ഞാനിത് ടൊമാറ്റോ സോസും ചില്ലി സോസും കൂടെ മിക്സ് ചെയ്തിട്ടാട്ടോ ഇതിൻ്റെ കൂടെ കൊടുത്തത്. നിങ്ങളെല്ലാവരും ഇത് വീഡിയോ ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.